ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് എന്തൊക്കെയുള്ളതെന്ന് നോക്കിയാലോ. എല്ലാ കറികളും വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോറെങ്ങാനും വെക്കാൻ മറന്നു പോയാലോ എന്നുള്ള പേടിയിൽ ഞാൻ ആദ്യം തന്നെ ചെയ്യാം ചോറ് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ചോറിനുള്ള അരി അടുപ്പത്തിട്ടിട്ട് വേഗം തന്നെ നമ്മൾ പുറത്ത് പോയപ്പോൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ച് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെ വെച്ചതാ. അപ്പോൾ ഇതിൽ 2 തട്ടുള്ളത് കൊണ്ട് തന്നെ മുകളിലത്തെ തട്ടിൽ ഞാൻ തോരനൊക്കെ ആക്കാനുള്ള സാധനങ്ങൾ, അതുപോലെ താഴത്തെ തട്ടിൽ കറി വയ്ക്കാനുള്ള വെള്ളരിയും വെണ്ടയും മുരിങ്ങക്കോലും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഇട്ട് വയ്ക്കുക. അങ്ങനെ അതെല്ലാം വെച്ച് നീക്കി വെച്ച് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപ്പും വാങ്ങി അതെല്ലാം ഒന്ന് കുപ്പിയിലാക്കിയിട്ട് വെച്ച് പച്ചമുളക് എല്ലാം ഒന്ന് ആക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ സവോളയും കിഴങ്ങെല്ലാം നമ്മൾ വേറെ തന്നെ പാത്രത്തിലാണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ആ മുകളിലത്തെ തട്ടിൽ നമ്മൾ സവോളയൊക്കെ ഇട്ട് വെച്ച് പിന്നെ ഇഞ്ചി ഉണ്ടായിരുന്നു, നിറച്ച് മണ്ണ് വരേണ്ട ഇഞ്ചിയാണ് കിട്ടിയത്. അപ്പോൾ അതിലത്തെ മണ്ണെല്ലാം ഒന്ന് കളഞ്ഞ് വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ അതിലാക്കിയിട്ട് പിന്നെ ഇവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുത്ത് കേട്ടോ. ആകെ എല്ലാം തട്ടിയിട്ടിട്ട് ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല പോലെ ഒന്ന് തുടച്ചെടുത്ത് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് ഉച്ചത്തേക്കുള്ള ഫുഡ് ആക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിന്ന് പയറ് മെഴുക്ക് വരട്ടി ആക്കാമെന്ന് വിചാരിച്ച് പയറ് മെഴുക്ക് വരട്ടി ഉരുളക്കിഴങ്ങ് പൊരിച്ചതും പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങനെ സുർക്കയൊക്കെ ഒഴിച്ചാക്കിയതൊക്കെ ഇവിടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉള്ളിയെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ച് പിന്നെ പയറ് മെഴുക്ക് വരട്ടി എൻ്റെ നാട്ടിലത്തെ രീതിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് പിന്നെ ഈ പയറിൻ്റെ 2 അറ്റങ്ങളൊന്ന് ഞാൻ മുറിച്ച് കളയുന്നുണ്ട് കേട്ടോ, എന്നിട്ടാണ് അരിയാൻ വെക്കൽ. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് അരിഞ്ഞ് പിന്നെ എല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ച് എല്ലാം കൂടെ സെറ്റാക്കി വെച്ചാൽ പിന്നെ ഓരോന്നങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അതെല്ലാം അങ്ങ് ആക്കി വെച്ച് കേട്ടോ. പിന്നെ അങ്ങനെ ഓരോന്ന് വേഗം വേഗം ഉണ്ടാക്കാൻ തുടങ്ങി. പയറ് മെഴുക്ക് വരട്ടി ആക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങിലേക്കുള്ള മസാലയൊക്കെ ആക്കാൻ വിചാരിച്ച് ഞാൻ ഉപ്പും മുളകും അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ടിട്ടാട്ടോ ഒന്ന് പെരക്കി വയ്ക്കൽ. കുറച്ച് സുറുക്കി ഒഴിക്കാറുണ്ട്. പിന്നെ വേഗം പയറിലേക്കുള്ള ഉള്ളി താളിച്ചിട്ട് പിന്നെ നല്ലോണം പോലെ പയറൊന്ന് മസാലയ്ക്ക് ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു പൊരിക്കാൻ, ചിക്കനും പൊരിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊരിച്ചെടുത്ത് മീൻ മസാല വരക്കി വെച്ച് വേഗം അതും പൊരിച്ചെടുത്ത് ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തിനുള്ളിൽ. പിന്നെ മീനും വേഗം ഒന്ന് പൊരിച്ചെടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മീൻ മാത്രമേ എടുത്ത് പൊരിച്ചിട്ടുള്ളേ. പിന്നെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ നിൽക്കുന്നുണ്ട്. മോൾക്ക് മീൻ പൊരിച്ചും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം കുട്ടികൾ ചോറ് കഴിച്ചോളൂ. അപ്പോൾ മോൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.